ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോർഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ കോൺകോർഡ് എന്ന് പറഞ്ഞൊരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്തോ വളരെ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്ന്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. എന്താണത്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. The subject and verb in a sentence are always in an agreement. എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാൽ അതിലൊരു സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡൂവർ ഓഫ് ദ ആക്ഷൻ. സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന ആളാരോ അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി വെർബ് എന്താണ്? ആ സെൻറ്റൻസിലെ പ്രവൃത്തി, അതിന് നമ്മൾ വെർബ് എന്ന് പറയും. ആക്ഷന് നമ്മൾ വെർബ് എന്ന് പറയും. ഇനി ഒബ്ജക്റ്റും ഉണ്ടാകും. ഇതിൽ സെൻറ്റൻസിലെ സബ്ജക്റ്റും വെർബും തമ്മിൽ എപ്പോഴും ഒരു എഗ്രിമെൻറ്റിലാണെന്നാണ് പറയുന്നത്. അവർ തമ്മിൽ എപ്പോഴും ഒരു ധാരണയുണ്ട്. എന്താണ് ആ ധാരണ? ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ, ദ വെർബ് ഷുഡ് ബി സിംഗുലർ. ദാറ്റ് മീൻസ് എന്താണ്? സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ, ഒന്നേ ഉള്ളൂ എങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വെർബും ഏകവചനത്തിന് പറ്റിയ അല്ലെങ്കിൽ സിംഗുലറിന് പറ്റിയ വെർബായിരിക്കണം, അല്ലെങ്കിൽ സിംഗുലർ വെർബായിരിക്കണം. ഓക്കെ, ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിലോ നമ്മളുടെ വെർബും എന്തായിരിക്കണം? ബഹുവചനമായിരിക്കണം. ഇത് ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് കുറച്ച് റൂളുകളൊക്കെ ഉണ്ട് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ. അവയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ നമ്മൾക്ക് ആദ്യത്തെ തന്നെ പോയിന്റിലേക്ക് നോക്കാം. അതാണ് ആൻഡ് വരുന്ന കേസുകൾ. ദാറ്റ് മീൻസ് when there are two subjects in a sentence and they are joined by and, then it is considered plural and plural verb should be used. That means ഇപ്പോൾ നമ്മളുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലേ? ആള് രണ്ട് പേരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചോ. ദാറ്റ് മീൻസ് നമ്മളുടെ സെൻറ്റൻസിൽ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്. ആൻഡ് ഈ രണ്ട് സബ്ജക്ട്സിനെയും കണക്ട് ചെയ്തിരിക്കുന്ന ആൻഡ് എന്ന പദം കൊണ്ടാണെങ്കിൽ അത് പ്ലൂറലായിട്ട്, ദാറ്റ് മീൻസ് രണ്ട് സബ്ജക്റ്റുകളെയും നമുക്കവിടെ കണക്കിലെടുക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് അവിടെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബഹുവചനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളുടെ വെർബും എന്തായിരിക്കണം? ബഹുവചനമായിട്ടുള്ള വെർബായിരിക്കണം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. കവിത ആൻഡ് മീനു ആർ പ്ലേയിങ്. ഇവിടെ നിങ്ങൾ നോക്കി, ആരൊക്കെയാണ് പ്ലേ ചെയ്യുന്നത്, കളിക്കുന്നത്? കവിതയുണ്ട്, മീനു ഉണ്ട്. സോ രണ്ട് സബ്ജക്റ്റുകൾ അവിടെ ഉണ്ട്. കവിത മാത്രമാണോ? അല്ല, മീനുവും കൂടെ ഉണ്ടല്ലേ. ആൻഡ് ഈ അപ്പം നമ്മളുടെ രണ്ട് സബ്ജക്റ്റുകൾ എന്തൊക്കെയാ സെൻറ്റൻസിലെ? കവിതയും മീനുവും. അവ രണ്ടുപേരുമാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ഇനി ഇവരെ രണ്ടുപേരെയും എന്ത് വെച്ചാൽ കണക്ട് ചെയ്തേക്കുന്നത്? ആൻഡ് എന്ന പദം ഉപയോഗിച്ച്. ദാറ്റ് മീൻസ് എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? ഒരു സെൻറ്റൻസിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ആ രണ്ട് സബ്ജക്റ്റിനെയും ആൻഡ് എന്ന പദം വെച്ചാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ യോജിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പ്ലൂറൽ, ബഹുവചനമല്ലേ? കവിത, മീനു. അപ്പോൾ പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ടല്ലേ, ബഹുവചനമായിട്ടാണ് വരുന്നത്. ആൻഡ് അവിടെ നമ്മൾ വെർബ് എന്താ യൂസ് ചെയ്തേ? ആർ എന്ന യൂസ് ചെയ്തത്. മനസ്സിലായോ? കവിത ആൻഡ് മീനു ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒന്ന് ഓർത്ത് നോക്കി, ഈസും ആറും അതിലേത് ബഹുവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്? ആറ് ബഹുവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കും. ഈസ് ഏതിൻ്റെ കൂടെ ഉപയോഗിക്കും? ഏകവചനത്തിൻ്റെ കൂടെ, സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കും, അല്ലേ? ഓക്കെ, സോ അപ്പോൾ ഇവിടെ ബഹുവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് കവിത ആൻഡ് മീനു
ആർ പ്ലേയിങ് എന്ന് പറഞ്ഞത്, നോട്ട് ഈസ് പ്ലേയിങ്. കാരണം ഈസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ, ഏകവചനത്തിൻ്റെ കൂടെ. പക്ഷെ ഇവിടെ ഏകവചനമാണോ നമുക്ക് വന്നിരിക്കുന്നത്? അല്ല, ബഹുവചനമാണ്. കാരണം എന്താ? രണ്ട് സബ്ജക്റ്റുകളുണ്ട്. അവരെ എന്ത് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആൻഡ് എന്ന പദം വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ടീന ആൻഡ് പ്രിയ ടോക്ക് അബൌട്ട് ദ പാർട്ടി. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ ഈസും ആറും വോസും വേറും ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈസ് എന്ന് പറയുന്നത് ഈസും ആറും പ്രസൻറ്റ് ടെൻസിൽ വരുന്നു, വോസും വേറും പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതിൽ ഈസ് ഏകവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു, ആറോ ബഹുവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ കണ്ടു. ഇതുപോലെ ഏതാണ് നമ്മുടെ പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പം വാസ് ആണ് ഏകവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്, വേറോ ബഹുവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കും, പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഈസും ആറും വാസും വേറെ ഒന്നും അല്ല വന്നിരിക്കുന്നത്. ടോക്ക് എന്ന വെർബാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, ടീന ആൻഡ് പ്രിയ ടോക്ക് അബൌട്ട് ദ പാർട്ടി. സോ എപ്പോഴും എന്താണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ, ഓക്കെ, ഐ യു വി ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, ആരൊക്കെ? ഐ യു വി ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, ദാറ്റ് മീൻസ് ഐ യു വി ദേ ഇത്രയും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ വെർബിനെ അതുപോലെ തന്നെ ഉപയോഗിക്കും. ദാറ്റ് മീൻസ് ഐയും യുവും ഒഴിച്ച് അത് ചിലപ്പോൾ ഏകവചനത്തിൽ കൂട്ടാം അല്ലേ, ബാക്കി വിയും ദയും അതൊക്കെ നമുക്ക് ബഹുവചനത്തിൽ കൂട്ടാം. സോ അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്താണ് വെർബിനെ അതേപടി ഉപയോഗിക്കണം. സോ ഐ ടോക്ക്, യു ടോക്ക്, വി ബഹുവചനം, വി ടോക്ക് എന്നാണ് പറയേണ്ടത്. ദേ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ, ദേ ടോക്ക് എന്നാണ് പറയേണ്ടത്. എന്നാൽ ഹി ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് ഹി ഷീ ഇറ്റ്, പിന്നെ ഏത് ഏകവചനം വന്നാലും ഓക്കെ, ഹി ഷീ ഇറ്റ് അതൊക്കെ ഏകവചനം. അവൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അവൾ ഒരാളേ ഉള്ളൂ, അത് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലേ. പിന്നെ ഏത് ഏകവചനം വന്നാലും വെർബിൻ്റെ കൂടെ ഒരു എസ് നമ്മൾ ആഡ് ചെയ്യണം. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള റൂൾ, അത് മനസ്സിലായോ? സോ ഐ ടോക്ക്, യു ടോക്ക്, വി ടോക്ക്, ദേ ടോക്ക് എന്ന് പറയുമെങ്കിൽ ഹി ടോക്സ് എന്നാണ് പറയേണ്ടത്, ഷീ ടോക്സ് എന്നാണ് പറയേണ്ടത്, ഇറ്റ് ടോക്സ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഐ ജംപ്, യു ജംപ്, വി ജംപ്, ദേ ജംപ്. പക്ഷേ ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏകവചനമാണ് വരുന്നതെങ്കിൽ എന്താ ചേർക്കണ്ടേ? ജംപ് എന്ന് ചേർത്താൽ കറക്റ്റ് ആണോ? അല്ല. ഹി ജംപ്സ്, ഷീ ജംപ്സ്, ഇറ്റ് ജംപ്സ്. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ ഏകവചനമായ വെർബുകളുടെ കൂടെ ഒരു എസ്സും കൂടി ആഡ് ചെയ്യണം. ഐയും യുവും ഒഴിച്ചു കേട്ടോ, അത് എക്സെപ്ഷണൽ കേസാണ്, അവർ വേറെ പൊക്കോട്ടെ. ഓക്കെ, ബാക്കി ഏത് ഏകവചനം വരുമ്പോഴും എന്താണ് വെർബിൻ്റെ കൂടെ ഒരു എസ് ചേർക്കണം. എന്നാൽ ബഹുവചനം വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെയാ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണ്ട. ഇവിടെ അങ്ങനത്തെ ഒരു കേസല്ലേ വന്നേക്കുന്നത്. ടീന ആൻഡ് പ്രിയ എന്ന് പറയുമ്പോൾ എന്താ പ്ലൂറലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ബഹുവചനമാണ്. കാരണം രണ്ട് സബ്ജക്റ്റുകളുണ്ട്, ടീനയും ഉണ്ട് പ്രിയയും ഉണ്ട്, രണ്ടുപേരും സംസാരിക്കുവാണ് അല്ലേ. സോ ടീന ആൻഡ് പ്രിയ രണ്ട് സബ്ജക്റ്റുകളുണ്ട്, ആൻഡ് ഈ രണ്ട് സബ്ജക്റ്റുകളെയും ആൻഡ് എന്ന പദം വെച്ചാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിംഗുലർ ആയിട്ടാണോ പ്ലൂറൽ ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ. സോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വി ദേ അതിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തോ വെർബിൻ്റെ കൂടെ?
ഇല്ല അല്ലേ? അതുകൊണ്ട് ആണ് നമ്മളിവിടെ ടോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടീന ആൻഡ് പ്രിയ ടോക്ക് അബൌട്ട് ദ പാർട്ടി, നോട്ട് ടോക്സ്. ഇപ്പം ഇവിടെ ടീന മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിലോ, ടീന ടോക്ക് ആണോ ടോക്സ് ആണോ? ടീന മാത്രമേ ഉള്ളൂ. എങ്ങനെ പറയും? ടീന ടോക്സ് അബൌട്ട് ദ പാർട്ടി. ഇനി പ്രിയ മാത്രം ഉള്ളെങ്കിൽ എങ്ങനെ പറയും? പ്രിയ ടോക്സ് അബൌട്ട് ദ പാർട്ടി. പക്ഷേ ടീന ആൻഡ് പ്രിയ പറയുമ്പോൾ എന്താണ്? ബഹുവചനം, പ്ലൂറലായി. സോ ടോക്ക് പറയണം. ഓക്കെ, സോ അതാണ് ആൻഡിൻ്റെ കേസ്. ഓക്കെ, അടുത്തതാണ്. ഇവർ കുറച്ച് കോംപ്ലിക്കേഷനുള്ള ആളുകളാണ് കേട്ടോ. കോംപ്ലിക്കേഷനൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ എളുപ്പമാണ്. ഓക്കെ, ഇത് കുറച്ച് ഫ്രേസുകളാണ് യൂഷ്വലി എക്സാമിന് ചോദിക്കാറുള്ള കുറച്ച് ഫ്രേസുകളാണ്. ഇവ വരുമ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ആൻഡ് വരുമ്പോഴുള്ള കേസ് പറഞ്ഞു. സബ്ജക്റ്റിൻ്റെയും വെർബിൻ്റെയും ഒക്കെ ഇടയ്ക്ക് ഈ ആൻഡിൻ്റെ കേസ് വരുമ്പോൾ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഇനി എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, കമ്പൈൻഡ് വിത്ത്, ഈ ടെർമിനോളജീസ് അല്ലെങ്കിൽ ഈ ഫ്രേസുകൾ നമ്മളുടെ സെൻറ്റൻസിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എന്താണ് വെർബായിട്ട് വരിക? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അതാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, when the subject of a sentence is followed by along with, as well as, together with, etc., the words and phrases that comes after them are not considered as the subject. Therefore, the subject that comes before them is only considered for deciding the verb. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക. മൈ ഫാദർ ആസ് വെൽ ആസ് മദർ ഈസ് ഗോയിങ് ഫോർ ദ പാർട്ടി. ഓക്കെ, ഇവിടെ നോക്കിയേ, ആരൊക്കെയാണ് പാർട്ടിക്ക് പോകുന്നത്? എൻ്റെ അച്ഛൻ പോകുന്നുണ്ട്, എൻ്റെ അമ്മ പോകുന്നുണ്ട്. ഇവിടെ ഈ എൻ്റെ അച്ഛൻ അമ്മ എന്നുള്ളതിനെ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ചേർത്തിരിക്കുന്ന ഫ്രേസ് നോക്കിയേ, എന്തെന്നാണ് കൊടുത്തിരിക്കുന്നത്? ആസ് വെൽ ആസ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അതിൽ ആദ്യത്തെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആസ് വെൽ ആസ് അല്ലെങ്കിൽ എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, കമ്പൈൻഡ് വിത്ത് എന്നുള്ള ഫ്രേസുകളാണ് വരുന്നതെങ്കിൽ ഈ ആസ് വെൽ ആസ് അല്ലെങ്കിൽ എലോങ് വിത്ത് അല്ലെങ്കിൽ കമ്പൈൻഡ് വിത്ത് അതിനൊക്കെ മുന്നേ വരുന്ന സബ്ജക്റ്റ്, അതിനെ മാത്രമാണ് നമ്മൾ വെർബ് നിശ്ചയിക്കാനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഈ സെൻറ്റൻസിൽ നോക്കി, മൈ ഫാദർ ആസ് വെൽ ആസ് മദർ ഈസ് ഗോയിങ് ഫോർ ദ പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അച്ഛനും പോയി അമ്മയും പോയി അല്ലെങ്കിൽ പോകുന്നു. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് ഇവിടെ എന്താ കിടക്കുന്നത്? ആസ് വെൽ ആസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ആസ് വെൽ ആസും എലോങ് വിത്തും ഒക്കെ ചേർക്കുമ്പോഴത്തെ കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഈ ആസ് വെൽ ആസും എലോങ് വിത്തും ഒക്കെ വന്നതിന് തൊട്ട് മുന്നേ കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ? ഇവിടെ ഏതാ തൊട്ട് മുന്നേ? ആസ് വെൽ ആസിന് മുന്നേ വരുന്ന സബ്ജക്റ്റ് ഏതാ? മൈ ഫാദർ എന്നുള്ള അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി വെർബ് നിശ്ചയിക്കാനെന്ന്. മൈ ഫാദർ എന്ന് പറയുന്ന ഏകവചനമാണോ ബഹുവചനമാണോ? പറഞ്ഞേ നിങ്ങൾ. മൈ ഫാദർ എന്ന് പറയുമ്പോൾ ഏകവചനമാണോ ബഹുവചനമാണോ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മൈ ഫാദർ ഒന്നല്ലേ, സോ ദാറ്റ് ഈസ് സിംഗുലർ, ഏകവചനമാണ്. ഏകവചനത്തിൻ്റെ കൂടെ ഈസ് ആണോ ആറാണോ ഉപയോഗിക്കുന്നത്? ഏതാ ഉപയോഗിക്കുക? ഈസല്ലേ ഉപയോഗിക്കത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ മൈ ഫാദർ എന്നും മദർ എന്നും ഉണ്ടെങ്കിലും അവയെ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആസ് വെൽ ആസ് എന്ന ഫ്രേസാണ്. ആസ് വെൽ ആസ് എന്ന ഫ്രേസ് നമ്മളുടെ സെൻറ്റൻസിൽ വരുമ്പോൾ അതിന് മുന്നേ കിടക്കുന്ന സബ്ജക്റ്റിനെ മാത്രമാണ്
നമ്മൾ വെർബ് നിശ്ചയിക്കാനായിട്ട് യൂസ് ചെയ്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ശീതൾ along with her friends eats the dinner. ഇവിടെ നോക്കി, ശീതളും ഡിന്നർ കഴിക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ട്സും ഡിന്നർ കഴിക്കുന്നുണ്ട്. പക്ഷേ എലോങ് വിത്ത് എന്ന ഫ്രേസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രയോഗമാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്താ പറഞ്ഞേ? ഈ ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, കമ്പൈൻഡ് വിത്ത്, അങ്ങനത്തെ ടെർമിനോളജീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രേസുകൾ, പ്രയോഗങ്ങൾ നമ്മളുടെ സബ്ജക്റ്റുകളുടെ ഇടയ്ക്ക് വരുമ്പോൾ അതിന് മുന്നേ കിടക്കുന്നതിനെ മാത്രമാണ് നമ്മൾ വെർബ് നിശ്ചയിക്കാൻ ഉപയോഗിക്കുള്ളൂ. സോ എലോങ് വിത്തിന് മുന്നേ കിടക്കുന്നത് ഇവിടെ എന്താണ്? ശീതൾ എന്നുള്ളതാണ്. ശീതൾ എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് സിംഗുലർ ഓർ പ്ലൂറൽ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ശീതൾ എന്ന് പറയുന്നത്? ശീതൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഏകവചനമാണ് അല്ലേ. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സിംഗുലറിൻ്റെ കൂടെ ഏകവചനങ്ങൾ വരുമ്പം വെർബിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? എസ് ആഡ് ചെയ്യണം അല്ലേ. ശീതൾ ഈറ്റ് എന്നാണോ ഈറ്റ്സ് എന്നാണോ പറയണ്ടേ? ശീതൾ ഈറ്റ്സ് എന്നാണ് പറയേണ്ടത് അല്ലേ. ഇസ് ഇറ്റ് ക്ലിയർ? സോ അതുകൊണ്ടാണ് ഇവിടെ എലോങ് വിത്ത് വന്നത്. കാരണം എലോങ് വിത്തിന് മുന്നേ കിടക്കുന്ന സബ്ജക്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇവിടെ വെർബ് നിശ്ചയിക്കാൻ. അപ്പോൾ എലോങ് വിത്തിന് മുന്നേ ഇവിടെ എന്താ കിടക്കുന്നത്? ശീതൾ എന്നാ കിടക്കുന്നത്. ശീതൾ ഇസ് സിംഗുലർ, സോ വെർബ് ഷുഡ് ഓൾസോ ബി സിംഗുലർ. അതുകൊണ്ടാണ് ശീതൾ എലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ഈറ്റ്സ് ദ ഡിന്നർ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നെന്ന് വെച്ചോ, ശീതൾ along with her friends is or are eating the dinner. is അല്ലെങ്കിൽ are ചേർക്കുക. ശീതൾ along with her friends is eating the dinner ആണോ ആർ ഈറ്റിംഗ് ദ ഡിന്നർ ആണോ? ഫ്രണ്ട്സ് എന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത് കൂടുതലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആർ ഉപയോഗിക്കും അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ആർ ഉപയോഗിച്ചോ ശരിയാണോ? അല്ല. കാരണം എന്താ? എലോങ് വിത്ത് വരുന്ന കേസാ. എലോങ് വിത്ത് വരുമ്പോൾ എലോങ് വിത്തിന് മുന്നേ കിടക്കുന്ന മാത്രമേ നോക്കാവുള്ളൂ. എന്താണ് എലോങ് വിത്തിന് മുന്നേ കിടക്കുന്നത്? ശീതൾ എന്നുള്ളതാണ്. ശീതൾ എന്ന് പറഞ്ഞാൽ ഏകവചനമാണോ ബഹുവചനമാണോ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സോ ശീതൾ along with her friends is eating the dinner. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളൊന്ന് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. ആദ്യം നമ്മൾ പഠിച്ച കേസ് ഏതായിരുന്നു? ആൻഡിൻ്റെ കേസായിരുന്നു. ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വെച്ചോ. ആൻഡ് അവരെ ആൻഡ് എന്ന പദം വെച്ചാൽ ജോയിൻ ചെയ്യുന്നെങ്കിലോ അത് രണ്ടുപേരെ നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് ഒരു പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ആസ് വെൽ ആസ്, എലോങ് വിത്ത്, കമ്പൈൻഡ് വിത്ത്, ടുഗെദർ വിത്ത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫ്രേസുകളാണ് നമ്മുടെ സെൻറ്റൻസിൽ വരുന്നതെങ്കിൽ ആദ്യം കിടക്കുന്ന വെർബിനെ മാത്രം സബ്ജക്റ്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഓർ, ഈതർ ഓർ, നീതർ നോർ, ഇങ്ങനത്തെ പ്രയോഗങ്ങളുടെ കൂടെ വരുന്നത്. നിങ്ങൾക്ക് എലോങ് വിത്ത് ആസ് വെൽ ആസ്ൻ്റെയൊക്കെ കേസ് തറോ ആയിട്ട് മനസ്സിലായാൽ മാത്രം നിങ്ങൾ ഈ പോർഷനിലേക്ക് വരിക. ഇനി അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ റിവൈൻഡ് അടിച്ച് പോവുക, അതൊന്നുകൂടെയും കേൾക്കുക, എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വരിക കേട്ടോ. വളരെ എളുപ്പമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. എന്താണ് ഇവിടെ ഈ ഓർ, ഈതർ ഓർ, നീതർ നോർ ഒക്കെ നമ്മുടെ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ആസ് വെൽ ആസും എലോങ് വിത്തിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞു അതിൻ്റെ മുന്നേ കിടക്കുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ എന്ന് അല്ലേ. ശീതൾ along with her friends is eating. എന്തുകൊണ്ടാണ് ഈസ് വന്നേ? എലോങ് വിത്തിന് മുന്നേ ശീതൾ എന്ന് വന്നു, ശീതൾ സിംഗുലർ. എന്നാൽ ഈ ഓറും ഈതർ ഓറും നീതർ നോറും ഒക്കെ വന്നാൽ അത് കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ്, അതിൻ്റെ മുന്നേ കിടക്കുന്ന സബ്ജക്റ്റിനെ നോക്കിയല്ല വെർബ് നിശ്ചയിക്കണേ, അത് കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റിനെ നോക്കി വേണം എന്ത് ചെയ്യാൻ?
വെർബ് നിശ്ചയിക്കാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ നോക്കിയേ, either രാജു or his friends were always making trouble in the class. എന്താണ് പറയുന്നത്? either രാജു or his friends were എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് ഉപയോഗിച്ചത് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ പാസ്റ്റ് ടെൻസിൽ വാസ് ഉണ്ട്, വേർ ഉണ്ട്. വാസ് സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കും, വേർ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കും? പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? സോ ഇവിടെ എന്തുകൊണ്ടാണ് പ്ലൂറൽ വന്നത്? കാരണം ഈതർ ഓർ കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ് ഏതാണ്? നോക്കി, ഈതർ ഓർ കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റ് ഏതാണ്? ഹിസ് ഫ്രണ്ട്സ് എന്നാണ്. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്നാണോ ഒന്നിൽ കൂടുതലുണ്ടോ? അവൻ്റെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ? ബഹുവചനമാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ വേർ ഓൾവേസ് മേക്കിംഗ് ട്രബിൾ ഇൻ ദ ക്ലാസ് എന്ന് വന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? വേറൊരു എക്സാമ്പിൾ നോക്കാം. നീദർ മിനി നോർ ഹെർ ബെസ്റ്റ് ഫ്രണ്ട് എൻജോയ്സ് ഗോയിങ് ടു ദ സ്കൂൾ. രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, മിനി ഉണ്ട്, ഹെർ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പക്ഷേ നീദർ നോർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാ? അത് കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ മിനിയെ ഇവിടെ നോക്കുകയേ വേണ്ട. നീദർ മിനി നോർ ഹെർ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ, ഒന്നേ ഉള്ളൂ അല്ലേ? സിംഗുലറിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏകവചനങ്ങൾ വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കേട്ടോ. സോ എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? എൻജോയ്സ്. എൻജോയ്. സോ മിനി ആൻഡ് ഹെർ ബെസ്റ്റ് ഫ്രണ്ട് എൻജോയ് ഗോയിങ് ടു ദ സ്കൂൾ. പക്ഷേ നീദർ മിനി നോർ ഹെർ ബെസ്റ്റ് ഫ്രണ്ട് എൻജോയ്സ്. എന്തുകൊണ്ടാണ് എൻജോയ്സ് എന്ന് വന്നേ? കാരണം നീദർ നോർ കഴിഞ്ഞിട്ട് വരുന്ന ഹെർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സിംഗുലർ. അതുകൊണ്ടാണ് എൻജോയ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. രഘു ഓർ ദേവ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. എന്തുകൊണ്ടാണ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ്? നോക്കിയേ, ഓറും ഇവരുടെ കൂടെ ഉള്ളതാ. ഓർ, ഈതർ ഓർ, നീതർ നോർ, ഇവരൊക്കെ ഒരു ഗ്യാങ്ങിൽ പെട്ടവരാ. അവരാര് വന്നാലും അത് കഴിഞ്ഞു വരുന്ന വെർബിനെ മാത്രം നമുക്ക് വെർബ് നിശ്ചയിക്കാൻ യൂസ് ചെയ്താൽ മതി, നോക്കിയാൽ മതി. രഘു ഓർ കഴിഞ്ഞിട്ട് ഏതാ ഇവിടെ വന്നേ? ദേവ്. ദേവ് എന്നുള്ളത് ഏകവചനമാണോ ബഹുവചനമാണോ? ഏകവചനം അല്ലേ? സോ ദേവ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. രഘു എന്നുള്ളത് ഇവിടെ വെർബ് നിശ്ചയിക്കാൻ നോക്കുകയേ വേണ്ട. കാരണം എന്താ? അത് ഓറിന് മുന്നേ കിടക്കേണ്ടതാണ്. പക്ഷേ എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത് ഒക്കെ വരുമ്പം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ആദ്യം കിടക്കണതാണ് നോക്കണ്ടേ, അതിൻ്റെ മുന്നേ കിടക്കണ്ട നോക്കണ്ടേ. പക്ഷേ ഓറ്, ഈതർ ഓറ്, നീതർ നോറൊക്കെ വരുമ്പം അത് കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റിനെ മാത്രം നോക്കി വെർബ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? അടുത്തതാണ് ഈച്ച്, എവ്രി, ഈച്ച് വൺ, എനി വൺ, എവ്രി വൺ, നൺ, വൺ ഓഫ് ദ, മോർ ദാൻ വൺ. ഇതിലേത് വന്നാലും നമ്മളുടെ വെർബ് എന്താണ്? When these words are used, the verb should also be singular. ഇംഗ്ലീഷിൽ ഈ ടേംസ് അല്ലെങ്കിൽ ഫ്രേസസ് വരുന്ന എന്താ പറയുക പ്രയോഗങ്ങൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് യൂഷ്വലി വൺ ഓഫ് ദ ഒക്കെ എപ്പോഴും തന്നെ എക്സാംസിന് ചോദിക്കുന്നതാണ്. വൺ ഓഫ് ദ. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നൺ ഓഫ് ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ നൺ ഓഫ് ദ ബുക്സ് ഈസ് ഇൻട്രസ്റ്റിംഗ്.
എന്തുകൊണ്ട് ഈസ് ഉപയോഗിച്ച ഇവിടെ? കാരണം നൺ വന്നാൽ നൺ സബ്ജക്റ്റിൻ്റെ കൂടെ വന്നാൽ അതിൻ്റെ അർത്ഥം അത് സിംഗുലർ ആയിട്ടാണ് പിന്നെ എടുക്കുന്നുള്ളൂ. പിന്നെ കണ്ണടച്ച് സിംഗുലർ ആയിട്ടുള്ള വെർബ് കണ്ടുപിടിച്ചെടുത്തോളൂ. മനസ്സിലായോ? വൺ ഓഫ് ദ ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. എന്തുകൊണ്ട് സ്മെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകവചനത്തിൻ്റെ കൂടെയോ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണേന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഫ്ലവേഴ്സ് എന്നാണല്ലോ മിസ്സേ, പിന്നെ എന്തിനാണ് സ്മെൽസ് എന്ന് പറയുന്നേ? എന്തുകൊണ്ടാ? വൺ ഓഫ് ദ ഫ്ലവേഴ്സ് എന്നാ, അവിടെയുള്ള പൂക്കളിൽ ഒന്ന്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് നോട്ടി. യൂഷ്വലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അത്. വൺ ഓഫ് ദ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഓർത്താൽ മതി, വൺ ഓഫ് ദ വന്നാൽ സിംഗുലർ ആണ് സബ്ജക്റ്റിൻ്റെ കൂടെ. ഓക്കെ. എവ്രി വൺ ഈസ് അറ്റൻഡിങ് ദ പാർട്ടി. സംടൈംസ് സ്കൂളുകളിലൊക്കെ കുട്ടികളിങ്ങനെ വന്ന് പറയും, എന്താണ് മാം എവ്രി വൺ ആർ ടോക്കിംഗ്. കറക്റ്റ് ആണോ? അല്ല, എവ്രി വൺ ഈസ് ടോക്കിംഗ്. കാരണം എന്താ? എവ്രി വൺ എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഈച്ച് വൺ ഓഫ് യു ഹാസ് ടു മീറ്റ് മീ ബിഫോർ സബ്മിറ്റിംഗ് ദ നോട്ട് ബുക്ക്. ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്. ഹാവ് ബഹുവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു അല്ലേ? ഹാസ് ഏകവചനത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. സോ ഈച്ച് വൺ ഓഫ് യു ഹാവ് ആണോ ഹാസ് ആണോ? കാരണം ഈച്ച് വൺ എന്നുള്ളത് എന്താണ്? ഏകവചനമായിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ഹാവ് ആണോ ഹാസ് ആണോ? ഏകവചനത്തിൻ്റെ കൂടെ ഏതാ വരണ്ടേ? ഹാസ് വരണം അല്ലേ? സോ ഈച്ച് വൺ ഓഫ് യു ഹാസ് ടു മീറ്റ് മീ. ഓക്കെ. മോർ ദാൻ വൺ കാർ വാസ് ദെയർ ഫോർ ദ റേസ്. മോർ ദാൻ വൺ, സാധാരണ നമ്മൾ മോർ ദാൻ വൺ എന്ന് പറയും, ഒന്നിൽ കൂടുതൽ എന്നല്ലേ? അപ്പോൾ അത് പ്ലൂറൽ ആണല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷെ ആണോ? മോർ ദാൻ വൺ എന്നുള്ളതും ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? നമ്മൾ ഏകവചനമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. സോ മോർ ദാൻ വൺ കാർ വാസ്. വെയർ ആണ് പ്ലൂറലിൽ തന്നെ. ഇവിടെ നമ്മൾ വാസ് ആണ് ഉപയോഗിച്ചത്. വാസ് ഏതാണ്? സിംഗുലർ. therefore the race. ഇനി വരുന്നതാണ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേര്. ഇപ്പോൾ ഫാമിലി. ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പേരൻസ്, കുട്ടികൾ എല്ലാവരും കൂടെ കൂടുന്നതാണ് ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ എല്ലാവരും കൂടി ഒന്നായിട്ടല്ലേ കാണുന്നത് അതിനെ. അതുപോലെ സ്റ്റാഫ് റൂം എന്ന് എഴുതുക. സ്റ്റാഫ്സ് റൂം എന്നാണോ? എങ്ങനെയാ? എന്തുകൊണ്ടാ സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറയും? കാരണം എന്താ? ആ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫിനെ അവിടുത്തെ എംപ്ലോയേഴ്സിനെ എല്ലാവരെയും ഒന്നായിട്ട് കാണുന്നു. ടീമും എന്ന് പറഞ്ഞാൽ എന്താ? പല പ്ലേയേഴ്സ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണെങ്കിൽ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിൽ പലരുണ്ടാവും, പക്ഷെ അവരെ എല്ലാവരും കൂടി ഒന്നായിട്ടാണ് കാണുന്നത്. സോ അതുപോലെ കളക്റ്റീവ് ആയിട്ടുള്ള നൗണുകൾ വരുമ്പോൾ എന്താ ഉപയോഗിക്കുന്നത് നമ്മൾ? നോക്കിയേ, ദേ ടേക്ക് സിംഗുലർ വെർബ്. സിംഗുലർ ആയിട്ടുള്ള വെർബാണ് അവിടെ ഉപയോഗിക്കുന്നത്. സോ ഓർക്കുക, കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ സിംഗുലർ വെർബുകളാണ് വരേണ്ടത്. ഓക്കെ. ദ ഫാമിലി ഈസ് ഗോയിങ് ഫോർ എ പിക്നിക്. പക്ഷേ ഇത് ഫാമിലീസ് എന്ന് വന്നാൽ ബഹുവചനമാണ് കേട്ടോ. ഫാമിലീസ് എന്ന് വന്നാൽ അവിടെ ബഹുവചനമാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഫാമിലി എന്നാണ് വന്നത്, അപ്പം ഏകവചനം, സിംഗുലർ. ഓക്കെ. സോ ദ ഫാമിലി ഈസ് ഗോയിങ് ഫോർ എ പിക്നിക്. ദ ഫാമിലി ആർ എന്നാണോ? അല്ല. ദ ഫുട്ബോൾ ടീം വാസ് പ്രാക്ടീസിങ്. എന്തുകൊണ്ടാണ് വേർ പ്രാക്ടീസിങ് എന്ന് പറയാഞ്ഞേ? കാരണം ടീം ഒന്നായിട്ടാണ്, സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് വാസ് വന്നത്. ഇനി ചില സബ്ജക്റ്റുകളുടെ പേര്: മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സിവിക്സ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ പേരൊക്കെ കാണുമ്പോൾ മാത്തമാറ്റിക്സ് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? എനിവേസ്, ഇങ്ങനത്തെ സബ്ജക്റ്റുകളുടെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. എന്താ പറയണ്ടേ? സിവിക്സ് ആർ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നാണോ പറയണ്ടേ? അല്ല, സിവിക്സ് ഈസ്. സോ സിവിക്സ് ഈസ് ഹിസ് ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് വാസ് ഡിഫിക്കൾട്ട് ഫോർ മീ. വേർ ഡിഫിക്കൾട്ട് ആണോ? അല്ല, വാസ്. ഇനി
ലഗേജ്, ബാഗേജ്, ഫർണിച്ചർ. കുട്ടികൾ യൂഷ്വലി മിസ്റ്റേക്ക് വരുന്ന ഒരു വാക്ക് ഒക്കെയാണ് ഫർണിച്ചർ. ഓക്കെ, സോ ഇതെല്ലാം സിംഗുലർ ആണ്. സിംഗുലർ വേർബ് ഷുഡ് ബി യൂസ്ഡ്. ദ ഫർണിച്ചർ ഈസ് കോസ്റ്റ്ലി. ചിലപ്പോൾ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ടേബിള്, ചെയറ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നതായിരിക്കും. പക്ഷേ ഇതിനെല്ലാത്തിനെയും കൂടി ഒന്നായിട്ടാണ് കാണുന്നത്. സോ ഫർണിച്ചർ ഈസ് കോസ്റ്റ്ലി. മൈ ലഗേജ് വാസ് മിസ്സിങ്. ലഗേജ് എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷേ ലഗേജ് എന്ന് പറയുമ്പോൾ അതിനൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്, ഏകവചനം, സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് നമ്മൾ യൂസ് ചെയ്യണം. ഇനി എമൗണ്ട്, മണി അല്ലെങ്കിൽ കിലോമീറ്റർ, ദൂരമൊക്കെ പറയുമ്പോൾ എങ്ങനെ വരും? സിംഗുലർ വെർബ് ഇസ് യൂസ്ഡ്. നോക്കി, 20,000 rupees ഈസ് എ ലോട്ട് ഓഫ് മണി. 20,000 rupees ആർ എ ലോട്ട് ഓഫ് മണി. നിങ്ങൾ പറയൂ 20,000 rupees എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ഉണ്ടല്ലോ. ബഹുവചനമാണോ അവിടെ ഉപയോഗിക്കേണ്ടത്? അല്ല, സിംഗുലർ. 20,000 rupees ഈസ് എ ലോട്ട് ഓഫ് മണി. 100 kilometers ഈസ് ദ ഡിസ്റ്റൻസ് ടു മൈ ഡെസ്റ്റിനേഷൻ. Is it clear? ഓക്കെ, 100 kilometers എന്ന് പറയുമ്പോൾ ഒത്തിരി കിലോമീറ്റർ ഉണ്ടല്ലോ. ബഹുവചനമാണെന്ന് ഓർക്കും. ആണോ? അല്ല. 100 kilometers ഈസ് ദ ഡിസ്റ്റൻസ് ടു മൈ ഡെസ്റ്റിനേഷൻ. 2 liters of milk costs about 100 rupees. 2 liters എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലില്ലേ, 2 ലിറ്റർ ഇല്ലേ. പക്ഷേ ഇങ്ങനത്തെ എമൗണ്ടുകൾ പറയുമ്പോൾ, ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് കോസ്റ്റ്സ് വെർബിൻ്റെ കൂടെ എസ് ചേർത്ത്. എന്തുകൊണ്ടാണ്? കാരണം സിംഗുലർ ആയതുകൊണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഓക്കെ, സോ എപ്പോഴും നമുക്ക് എന്താ പറയുക, കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിൻ്റാണ് ഈ, അല്ലെങ്കിൽ ടോപ്പിക്കാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോർഡ്. കോൺകോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സബ്ജക്റ്റും വെർബും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബ് പറയും ഞാനും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വെർബ് പറയും ഞാനും പ്ലൂറൽ ആയിരിക്കും. ആ ഒരു എഗ്രിമെൻറ്റ് അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ചിലപ്പോൾ ഫൈൻഡ് ദ സെൻറ്റൻസസ് ദാറ്റ് ആർ റിട്ടൺ റോങ്ലി എന്നോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ, അങ്ങനെ അല്ലെങ്കിൽ തെറ്റായ സെൻറ്റൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ റൂളുകളെല്ലാം ആൻഡ് ആസ് വെൽ ആസ് അലോങ് വിത്ത് ഓർ ഈതർ ഓർ നീതർ നോർ അങ്ങനെയുള്ള കേസസൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് റിവൈസ് ചെയ്യുക, പഠിക്കുക, യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.